ഹലോ നമസ്കാരം. എന്തുണ്ട്? നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ചില സാങ്കേതികത്വം തടസ്സപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഒരു റൊമാൻറ്റിഫിക്കേഷൻ വീഡിയോ. എന്താന്ന് വെച്ചാൽ, നമ്മൾ ജീവിതയാത്രയെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലാണ് ഈ ദിവസങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്, അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. വിദ്യാഭ്യാസ മേഖലയിലായാലും വ്യവസായ മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റ് കായികപരമായിട്ടുള്ള മേഖലകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രയത്നിക്കുന്ന വ്യക്തികളാണ്. ഒരു ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സക്സസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വീഴ്ചകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ വീഴ്ചകളൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഗ്രോത്ത്, വളർച്ച നമുക്ക് കിട്ടൂല. നമ്മളൊരു ഉദാഹരണം, നമ്മളൊരു ബിസിനസ്, ഒരു സ്റ്റാർട്ടപ്പ്, ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചായക്കട, ടീ ഷോപ്പ്, ന്യൂജൻ ഒരു ടീ ഷോപ്പ്, നമ്മളൊരു ബ്രോസ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ഷവായ്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ട്രെൻഡിങ് സ്റ്റാർട്ടപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ബിസിനസ് അതിൽ വരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ചില സാങ്കേതിക കാരണത്താൽ ബിസിനസ് മെയിനായിട്ട് സാമ്പത്തികം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളത് ഷട്ട് ഡൗൺ ചെയ്തു. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് ആ സമയത്തുണ്ടാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഒരുപാട് ക്യാഷ് ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അത് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് അത് നമുക്ക് റീസെയിൽ ചെയ്താൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം നമുക്ക് കിട്ടിയേക്കാം. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു ബിസിനസ് തുടങ്ങി, അത് നമുക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, ലയബിലിറ്റി നമുക്ക് തന്നു, നമ്മളത് ഷട്ട് ഡൗൺ ചെയ്തു. നമ്മളുടെ മനസ്സിൽ വേറെ ഒരു ബിസിനസ് ഐഡിയ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഫിനാൻസ്, അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അതിനു വേണ്ടി പ്രയത്നിക്കണം. ചിലപ്പോൾ അതിലും നമുക്ക് പരാജയം സംഭവിച്ചേക്കാം. പക്ഷേ തുടരെ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഒരു കാരണവശാലും മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകാൻ പാടില്ല. കാരണം മാനസികമായിട്ട് നമ്മൾ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു വളർച്ചയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾ പുറകിലോട്ട് പോകും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഏട്ടനും അനിയനും ഉണ്ട്. കനാലിലിരുന്ന് ബത്തക്ക കഴിക്കുന്നതും ബിരിയാണി കഴിക്കുന്നതും ക്രീം ബണ്ണ് കഴിക്കുന്നതും അവർ എത്ര സന്തുഷ്ടരാണെന്നറിയുമോ? കഴിഞ്ഞ ദിവസം അവരുടെ ഇന്റർവ്യൂ, വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനൽ അവരുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. അപ്പൊ അതിൽ അവര് ആ പയ്യൻ പറയുന്നുണ്ട്, ആ ചേട്ടൻ, ആ പയ്യന്റെ ചേട്ടനായിട്ടുള്ള അവർ രണ്ടുപേരിലുള്ള ചേട്ടനും അനിയനാണല്ലോ, അതിലുള്ള ചേട്ടൻ പറയുന്നുണ്ട്, വീടിന്റെ കാര്യമോർത്ത് സങ്കടമുണ്ട്, പക്ഷേ വീടില്ലാത്തതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് നമ്മൾ. അതോർക്കുമ്പോൾ സന്തോഷമുണ്ട്. ജീവിതം, ദൈവം നമുക്ക് എന്നെങ്കിലും വലിയ രീതിയിലുള്ള വീടും
സംഗതികളൊക്കെ തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് ആ പയ്യൻ പറഞ്ഞു. എങ്കിലും ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോട്ടെ. എന്ത്? അവര് ബിരിയാണി കഴിക്കുന്ന ആ കനാലിലെ വെള്ളം ഒഴുകുന്നത് പോലെ ജീവിതം മുന്നോട്ട് ഒഴുകിപ്പോട്ടെ. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ പറഞ്ഞു വന്നത്, ആ പയ്യന്മാർ വളരെ സന്തുഷ്ടരാണ്. അവര് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, നമുക്കുള്ളത് നമ്മൾ പുറകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുൻപേ പോയിട്ട് നമ്മൾ അവിടെ എത്തേണ്ട സ്ഥലത്ത്, ആ ഒരു സ്പെസിഫിക് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. കനാലിലെ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അവസാനിക്കുന്നുണ്ട്. ആ അവസാനിക്കുന്ന സമയത്ത് ഇതിന്റെ പുറകെ വരുന്ന ബാക്കിയെല്ലാം ഈ കനാലിലെ വെള്ളം ആദ്യം അവസാനിച്ചത് എവിടെയാണോ അതിൽ ചെന്ന് തന്നെയാണ് അവസാനിക്കുന്നത്. അതിന്റെ പുറകെ വരുന്നുണ്ട് എല്ലാം. അതിലുള്ള കല്ലും മണ്ണും ചെറിയ മീനുകളും വലിയ മീനുകളും നീർക്കോലിയും തവളയും ചളിമണ്ണും കരിയിലകളും എല്ലാം അതിന്റെ പുറകെ അവിടെ ഉണ്ട്. ഈ ആദ്യം എത്തിയ വെള്ളം ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മൾ അനുഭവിച്ചിട്ടുള്ള തകർച്ചകളെല്ലാം നമ്മുടെ ജീവിത വിജയത്തിന് ഒരു അടിത്തറയാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയാണ്. ഈ തകർച്ച കൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല. എൻ്റെ വിജയം, എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ ആരെടുക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ 100% വിജയം ഉറപ്പാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ബിസിനസ്സുകാരെ, ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ്, PSC എക്സാം ക്രാക്ക് ചെയ്തവർ, സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്തവർ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. എൻട്രൻസ് എക്സാമുകളൊക്കെ ഒരുപാട് കുട്ടികൾ ക്രാക്ക് ചെയ്തിട്ട് ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്ത് പിന്നീട് ക്രാക്ക് ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലെത്തും. എഞ്ചിനീയറിംഗ് പഠിക്കുക, അല്ലെങ്കിൽ MBBS പഠിക്കുക, അല്ലെങ്കിൽ PSC എക്സാം, അല്ലെങ്കിൽ IAS, IFS, IRS, IAS, അങ്ങനെ തുടങ്ങി ഉള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടി അവരവരുടെ ഊണും ഉറക്കവും സന്തോഷവും എല്ലാം മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു. അത് അവർ അച്ചീവ് ചെയ്തു. പക്ഷേ ആ അച്ചീവ്മെന്റ് ചെയ്യുന്ന കാലത്തോളം അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ അതിൻ്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടിയായിട്ട് അവർ ആ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കും അതുപോലെ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പിനെസ്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം വരണമെങ്കിൽ, നമ്മൾ ആകേണ്ടതിടത്ത് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ വീഴ്ചകളിൽ നിന്ന് എഴുന്നേറ്റ് ഓടിക്കൊണ്ട് വീണ്ടും കയറ്റവും ഇറക്കവും കുഴികളും ചതിക്കുഴികളും എല്ലാം ഉണ്ടാവും. ഇതിൽ നിന്നെല്ലാം നമ്മൾ കരകയറി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുന്നത് വരെ നമ്മുടെ മനസ്സിനെ നമ്മൾ കനാലിലെ വെള്ളം പോലെ ഒഴുക്കി വിടുക. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ 100% ഗ്യാരണ്ടി പറയാം. 10 അല്ലെങ്കിൽ 11ാമത്തെ അറ്റംപ്റ്റിൽ, അല്ലെങ്കിൽ 99 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 101ാമത്തെ പരിശ്രമത്തിൽ നിനക്ക് വിജയം ഉറപ്പാണ്. ഒരു ശില്പി പാറയുടെ മുകളിൽ 100 അടി അടിച്ച് 101ാമത്തെ അടിയിലാവും ഒരു പക്ഷെ ആ പാറ വിണ്ട് 2 കഷ്ണമായി പിളർന്നു മാറുക. പക്ഷെ ആ 101ാമത്തെ അടിക്ക് പുറകിൽ 101 പ്രാവശ്യം അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുള്ള 100 തവണ അദ്ദേഹം അതിൻ്റെ പുറത്ത് ആഞ്ഞടിച്ചതിൻ്റെ പ്രതിനിധ ഫലമാണ് 101ാമത്തെ അടിയിൽ ആ പാറ 2 കഷ്ണമായി പിളർന്നു പോയത്. അതുപോലെ നമ്മുടെ ബിസിനസ്സിലായാലും വിദ്യാഭ്യാസത്തിലായാലും കലാകായിക രംഗത്തായാലും പരിശ്രമം ഉപേക്ഷിക്കാണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം നമ്മുടെ കാൽ കീഴിൽ എന്നെങ്കിലും ഒരു ദിവസം എത്തിച്ചേരും, എത്തിയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായും നമ്മുടെ വിജയത്തിന് വേണ്ടി പോരാടുക, പ്രയത്നിക്കുക, വിജയം കൈവരിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.